NSS കുവൈറ്റ് മന്നം ഭവന പദ്ധതി സ്നേഹവീട്. വീട് അതൊരു സങ്കല്പമാണ്, സ്വപ്നമാണ്, അഭയമാണ്, സർവോപരി ജീവിതത്തിൻ്റെ എല്ലാമാണ്. വീട് സുരക്ഷിതത്വത്തിൻ്റെ മതിലാണ്, ആശ്വാസത്തിൻ്റെ കേന്ദ്രമാണ്, അഭയത്തിൻ്റെ മേൽക്കൂരയാണ്. വീടില്ലാത്ത അവസ്ഥ ഭീകരമാണ്. സ്വന്തമായി ഒരു വീടില്ലാത്തതാണ് ജീവിതത്തിലെ ഏറ്റവും ദുഃഖകരമായ അവസ്ഥ. താമസിക്കാൻ സ്വന്തമായി ഒരു മേൽക്കൂരയുടെ തണലോ അടച്ചുറപ്പുള്ള ചുമരുകളുടെ കെട്ടുറപ്പോ ഇല്ലാതെ പെൺമക്കളുടെ സുരക്ഷിതത്വത്തിൽ വ്യാകുലത കൊണ്ട് നിദ്രാവിഹീനരായി ദിവസങ്ങൾ കഴിച്ചുകൂട്ടുന്ന നിരവധി നിരാലംബരായ മാതാപിതാക്കൾ നമുക്കിടയിലുണ്ടെന്ന യാഥാർത്ഥ്യമാണ് NSS കുവൈറ്റിൻ്റെ 2024 തുടക്കം കുറിച്ച ജീവകാരുണ്യ പദ്ധതിയായ സ്നേഹവീട് എന്ന ഭവന നിർമ്മാണ പദ്ധതിയുടെ ആധാരം. സാധുജനങ്ങളെ സഹായിക്കുന്നത് ഔദാര്യമല്ല, മറിച്ച് നമ്മുടെ കടമയാണെന്ന് തിരിച്ചറിവാണ് ഈശ്വര സേവനത്തിലേക്കുള്ള ആദ്യപടി. ദേവപൂജാ സംഗതീകരണം ദാനേഷു ഇത് യജ്ഞഃ എന്നാണല്ലോ വേദം ഉദ്ഘോഷിക്കുന്നത്. അതായത് നമ്മുടെ പ്രാർത്ഥനകളും പൂജയും യജ്ഞങ്ങളും പൂർണ്ണമാകാൻ ദാനകർമ്മങ്ങൾ കൂടി സാധ്യമാക്കും. 2024 ആരംഭിച്ച സ്നേഹവീട് പദ്ധതിയുടെ നാളിതുവരെയുള്ള പ്രയാണത്തെക്കുറിച്ച് ഒരു ചെറുവിവരണം നൽകാൻ ഈ അവസരം ഉപയോഗപ്പെടുത്തട്ടെ. നായർ സർവീസ് സൊസൈറ്റിയുടെ കേരളത്തിലുടനീളം പടർന്നു പന്തലിച്ചിട്ടുള്ള ശക്തമായ സംഘടനാ ശക്തി ഉപയോഗപ്പെടുത്തി കേരളത്തിൽ നിന്നും 70,000 രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള പെൺമക്കളുള്ള വിധവകൾക്ക് മുൻഗണന നൽകിക്കൊണ്ട് ലഭിക്കുന്ന അപേക്ഷകൾ NSS കുവൈറ്റിൻ്റെ സ്നേഹവീട് സെലക്ഷൻ കമ്മിറ്റി സൂക്ഷ്മമായി പരിശോധിച്ച ശേഷം നായർ സർവീസ് സൊസൈറ്റിയുടെ അഭിഭാഷക സമിതിയുടെ വിശദമായ പരിശോധനയ്ക്കും ഉപദേശത്തിനും ശേഷമാണ് അപേക്ഷകരെ ഭവന നിർമ്മാണത്തിനായി പരിഗണിക്കുന്നത്. പ്രസ്തുത പദ്ധതി പ്രകാരം 527 സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ 2 ബെഡ്റൂം, കിച്ചൺ, ടോയ്ലറ്റ്, ലിവിംഗ് റൂം തുടങ്ങി അടിസ്ഥാന സൗകര്യങ്ങൾ അടങ്ങിയ 15 സ്വപ്നഭവനങ്ങൾ നിർമ്മിച്ചു നൽകാൻ ലക്ഷ്യം വെക്കുന്നു. നിലവിൽ നിരാലംബരായ കുടുംബങ്ങൾക്കായി 4 ഭവനങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ചെങ്ങന്നൂർ താലൂക്കിൽ ബുധനൂർ, കൊല്ലം ജില്ലയിൽ മുഖത്തല, ചേർത്തല താലൂക്കിൽ കണിച്ചുകുളങ്ങര, കണ്ണൂർ ജില്ലയിൽ ആലക്കോട് എന്നിവിടങ്ങളിൽ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു. നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ച് 100 ദിവസത്തിനകം താക്കോൽദാനം നിർവഹിക്കുന്ന വിധം നിർമ്മാണ പ്രവൃത്തികൾ NSS സ്നേഹവീട് എക്സിക്യൂഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകോപിപ്പിച്ചു വരുന്നു. ആദ്യ 4 ഭവനങ്ങളുടെ താക്കോൽദാനം ഏപ്രിൽ മാസത്തിനുള്ളിൽ ആചാര്യന്റെ കൃപയാൽ സാധ്യമാകുമെന്നതാണ് പ്രതീക്ഷ. മറ്റ് 2 ഭവനങ്ങൾ കൂടെ അഭിഭാഷക സമിതിയുടെ ഉപദേശത്തിന് ശേഷം പാലക്കാടും പത്തനംതിട്ടയിലും ശിലാസ്ഥാപനത്തിനായി തയ്യാറായി വരുന്നു. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ലഭിച്ച 4 അപേക്ഷകൾ കൂടി നിലവിൽ സജീവമായി പരിഗണിച്ചു വരുന്നു. ഗൃഹം ദാനം ചെയ്യുന്നത് ദാനകർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായതും പാപമോക്ഷ പരിഹാരമായും വേദങ്ങൾ നിർവചിക്കുന്നു. സ്വന്തം സ്വപ്നങ്ങൾക്ക് നിറങ്ങൾ നൽകുവാൻ അഹോരാത്രം പരിശ്രമിക്കുന്നവരേക്കാൾ നിരാലംബരായ നമ്മുടെ സഹോദരങ്ങളുടെ വിദൂര സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുന്നവരാണ് യഥാർത്ഥ ജീവിതത്തിലെ നായകന്മാർ എന്ന യാഥാർത്ഥ്യം അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്ന സഹകരണങ്ങളാണ് നിങ്ങൾ ഓരോരുത്തരിൽ നിന്നും നാളിതുവരെ ഉണ്ടായിട്ടുള്ളതെന്ന സത്യം ഈ അവസരത്തിൽ നന്ദിയോടെ സ്മരിക്കുന്നു. നിലവിൽ നിർമ്മാണം പുരോഗമിക്കുന്ന വീടുകളുടെ തറക്കല്ലിടൽ ചടങ്ങുകളിൽ നമ്മുടെ ചില ബഹുമാനപ്പെട്ട അംഗങ്ങൾക്ക് പങ്കെടുക്കുവാനുള്ള അവസരം ലഭിച്ചിരുന്നു. മാറാരോഗത്താലും കുടുംബശൈഥില്യത്താലും നിസ്സഹായ അവസ്ഥയിൽ തകർന്നുപോയ കുടുംബങ്ങൾക്ക് നമ്മൾ നൽകുന്ന ഈ സഹായം ഏറ്റുവാങ്ങുമ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഹൃദയഭേദകമാണ്. ജീവിതയാത്രയിൽ ആശകളറ്റുപോയവർ, കൊച്ചുകുട്ടികളെ ചേർത്ത് നിർത്തി നിറകണ്ണുകളുടെ തൊഴുകൈകളുമായി വിതുമ്പി നിൽക്കുന്ന അമ്മമാരുടെ സ്നേഹവും സന്തോഷാശ്രുക്കളും ഒരു മനുഷ്യായുസ്സിലെ ഏറ്റവും പുണ്യമുഹൂർത്തങ്ങൾക്ക് അനുഭവ സാക്ഷ്യമാകുന്നു.
നിങ്ങളേവരും ഞങ്ങളിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്നേഹവും വിശ്വാസവും സുദീർഘമായ ഈ പ്രയാണത്തിനുള്ള ഊർജമായി മാറുന്നുവെന്ന് രേഖപ്പെടുത്തിക്കൊണ്ടും മുന്നോട്ടുള്ള യാത്രയിൽ ഏവരുടെയും നിസ്സീമമായ സഹകരണം ആവശ്യമാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും ഈ സതുദ്ദേശത്തിനായി നമുക്കേവർക്കും കൈകോർക്കാം.